ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ യൂട്യൂബിലൊക്കെ തരംഗമായിട്ടുള്ള എല്ലാവരും ഉണ്ടാക്കി നോക്കുന്നുണ്ട്. അതല്ല ചോറ് വെച്ചിട്ട് എങ്ങനെ പൊറോട്ട ഉണ്ടാക്കാമെന്നുള്ളത്. അപ്പോൾ ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് ചോറും ഒരു കപ്പ് മൈദയും കൂടി മിക്സ് ആക്കിയതാണ് കേട്ടോ. എന്നുവെച്ചാൽ സെയിം അളവെടുക്കുക. ഒരു ഗ്ലാസ് മൈദ ആണെങ്കിൽ ഒരു ഗ്ലാസ് ചോറ് ഏതായാലും കുഴപ്പമില്ല. തലേന്നത്താണെങ്കിൽ അത്രയും നന്ന്. പഴഞ്ചോറില്ല, അതാണെങ്കിൽ അത്രയും നന്ന്. ഇപ്പം അന്ന് വെച്ച് ഫ്രഷ് ചോറാണെങ്കിൽ അതും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പും പഞ്ചസാരയും അത് ചേർത്ത് കൊടുക്കുക. വേറെ ഒന്നും ചേർക്കണ്ട കേട്ടോ. ഈ ഉപ്പ് പഞ്ചസാരയാണ് കാര്യമായിട്ട് അതിന് ടേസ്റ്റിന് ചേർക്കണുള്ളൂ. പിന്നെ നമ്മൾ വറ്റും അതേപോലെ മൈദയും കുറച്ച് മൈദ ചേർക്കണം, എന്നാലും നമുക്ക് കുഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണത്. അപ്പോൾ ഇത് ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് കുഴക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കുക കേട്ടോ. പൊടിക്കണ മിക്സില്ലേ, അതിൽ വെള്ളം ചേർക്കാതെ വേണം അടിച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ കണ്ടില്ല ഇങ്ങനെ ഉണ്ടായിട്ട് വരും. അപ്പോൾ ഇത് നമുക്ക് കൂടുതൽ സമയം എടുത്ത് കുഴക്കേണ്ട ആവശ്യമൊന്നും വേണ്ടിയില്ല. ഒന്നുകൊണ്ട് പിടിക്കുമ്പോൾ തന്നെ അതുകൊണ്ട് ഉരുളായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതും കൂടി നമുക്ക് അടിച്ചെടുക്കാം. അപ്പോൾ കംപ്ലീറ്റ് ഞാനിതാ അടിച്ച് എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്നാണ് കുഴച്ചാൽ മതി കേട്ടോ. ഒരുപാട് സമയം നമ്മൾ പൊറോട്ടക്ക് ഒരുപാട് സമയത്ത് ഇങ്ങനെ കുഴക്കണ്ട, ആ ഒരു ആവശ്യമൊന്നുമില്ല. കയ്യിലൊട്ടി പിടിക്കുന്ന പ്രശ്നമോ അങ്ങനെ ഒന്നുമില്ല. ജസ്റ്റ് ഇതെല്ലാം കൂടി ഒന്നാണ്ട് ഉരുട്ടിയെടുത്തിട്ട് ഒന്ന് ഓയിൽ ചേർത്ത് അവിടെ ഒരു 1.5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക, മൂടി വെച്ചാൽ മതി. ഒന്ന് എല്ലാ ഭാഗത്തും ഓയിൽ വരുന്ന രീതിയിൽ കേട്ടോ. എന്നാൽ ഒന്ന് പിന്നെ ഒരു മണിക്കൂർ 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ തുറന്ന് നോക്കുമ്പോൾ നല്ല മയം വന്നിട്ടുണ്ടാവും. അപ്പോൾ ഓക്കെ, ഞാനത് അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. ഒരുപാട് നമ്മൾ സാധാ പൊറോട്ട കുഴക്കണ മാതിരി കുഴക്കേണ്ട ആവശ്യമില്ല. അത് നിങ്ങൾക്ക് ഉണ്ടാക്കുന്ന സമയത്ത് മനസ്സിലാവും, കാരണം അത്രക്കും സോഫ്റ്റാണ്. വറ്റ് ചേർക്കണോണ്ട് അത്രക്കും സോഫ്റ്റാണ്, നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഒരു ഇത്തിരി നേരം ഒന്ന് കുഴച്ചിട്ട് നമുക്ക് അത് ഉരുട്ടിയെടുക്കാനുള്ള പാകത്തിന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു കപ്പ് ചോറ് ഒരു കപ്പ് മൈദക്ക് ഒരു 5 പൊറോട്ട കട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി നമുക്ക് ഇനി വീശി അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി അടുത്ത സ്റ്റെപ്പ് പൊറോട്ടയ്ക്ക് അതാണല്ലോ വീശി അടിക്കാന്നില്ല. അപ്പോൾ നമുക്കിത് വീശി അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഓയിലൊക്കെ ചേർത്തിട്ട് ഉരുളാക്കിയിട്ട് ഒന്ന് ഒരു 10 മിനിറ്റ് വേണമെങ്കിൽ വെക്കണമെങ്കിൽ വെക്കാം. എല്ലാം അങ്ങനെ പൊറോട്ടയ്ക്ക് ആക്കണ പോലെ തന്നെ ഒരു ബോൾ പോലെ ആക്കിയിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യണമെങ്കിൽ അവിടെ റെസ്റ്റ് ആക്കാൻ വെക്കാം. അപ്പോൾ ഞാനൊരു 10-15 മിനിറ്റ് വീണ്ടും മൂടി വെച്ചിന് കേട്ടോ അത്. അപ്പോൾ ഒന്നും കൂടി മയത്തിൽ വന്നിട്ട് ഞാൻ പിന്നെ കുറച്ച് കൂടുതൽ വീണ്ടും ഉണ്ടാക്കിയിട്ട് തികയില്ലാന്ന് തോന്നിയപ്പോൾ വേറൊരു കപ്പും കൂടി എടുത്തിട്ട് 2 കപ്പിൽ ചെയ്തിരുന്നു കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് പരത്തിയെടുക്കാം. കൈ കൊണ്ട് ഇങ്ങനെ പരത്തിയാൽ തന്നെ ആയി വരും കേട്ടോ. പക്ഷേ അത് പിന്നെ കയ്യിന് കുറച്ചൊരു ബലം കൊടുക്കില്ല, കുറച്ചൊരു പണിയുണ്ട്. എന്നാലും നല്ല സോഫ്റ്റായിട്ട് സാധാ പൊറോട്ടൻ്റെ പോലെയല്ല, കൈ കൊണ്ട് പരത്തിയാൽ തന്നെ ആയി വരുന്നുണ്ട്. അപ്പോൾ ഞാനൊരു കോലെടുത്തിട്ടാണ് പരത്തിട്ടെന്നാൽ പെട്ടെന്ന് പരിപാടി ചെയ്യല്ലോ. പിന്നെ നമുക്ക് കത്തി വെച്ചിട്ട് ഇങ്ങനെ വരിഞ്ഞെടുക്കുക കേട്ടോ. ഒന്നും കൂടി അടുപ്പിച്ച് വരിഞ്ഞാൽ അത് ഒന്നുകൂടി നന്ന്. പിന്നെ ഈ സമയത്ത് ഞാൻ മുകളിൽ കുറച്ച് മൈദയും ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്യണം കേട്ടോ. അത് ഇങ്ങനെ വരിയുന്നതിന് മുമ്പായിട്ട് അത് ഞാനിതിൽ കാണിക്കാൻ വിട്ടുപോയി. കുറച്ച് ഓയിൽ മേലൊന്ന് ബ്രഷ് വെച്ചിട്ട് ചെയ്തിട്ട് മൈദ ഒന്ന് തൂക്കി കൊടുത്താൽ മതി. എന്നിട്ട് വേണം ഇങ്ങനെ വരിഞ്ഞെടുക്കാൻ കേട്ടോ. അപ്പോൾ നമുക്ക് ആ ലെയർ ഇങ്ങനെ വിട്ട് വരുള്ളൂ. നമ്മൾ ചുടുന്ന സമയത്ത് പൊറോട്ട ലാസ്റ്റ് അടിച്ചെടുക്കുമല്ലോ, ആ സമയത്തൊക്കെ ആ ലെയർ ഇങ്ങനെ വിട്ട് വരും. അപ്പോൾ ഓരോന്നും ഇങ്ങനെ തലക്കെട്ടായി കെട്ടിയിട്ട് മാറ്റി വെക്കുക. ഇനി ഇതിങ്ങനെ വെച്ചിട്ട് വേണമെങ്കിൽ 10 മിനിറ്റ് വെക്കണേ വെക്കാം. അപ്പോൾ ഒന്നും കൂടി സോഫ്റ്റായി വരും കേട്ടോ. നമ്മളെ വീശി ചുറ്റി കെട്ടുന്നതിന് പകരമുള്ള ഒരു മെത്തേഡാണിത്. കത്തി വെച്ചിട്ട് ഇങ്ങനെ വരിഞ്ഞെടുക്കുക എന്നുള്ളത്. നല്ല ഷേപ്പൊക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ ഭൂപടം വരച്ച മാതിരിയൊക്കെ ഉണ്ട്. ഓക്കെ, ഇങ്ങനെ ചുരുട്ടിയിട്ട് അടിയിലേക്ക് കണ്ട് വെച്ചെടുത്താൽ മതി ആ ഒരു എൻഡ് പോർഷന്. ഓക്കെ, ഇങ്ങനെ 10 മിനിറ്റ് വെക്കുക, അല്ലെങ്കിൽ പരത്തിയിട്ട് ചുട്ടെടുക്കാം. വെച്ചാൽ അത്രയും സോഫ്റ്റ് കിട്ടും. ഇനി സമയമില്ലെങ്കിൽ ഞാൻ പരത്തിയിട്ട് എടുക്കുക. ഞാനപ്പോൾ തന്നെ പരത്തിയിട്ട സമയമില്ലല്ലോ, എല്ലാവർക്കും വിശന്ന് തുടങ്ങിയിരുന്നു. അപ്പോൾ ഏതായാലും ബാക്കിയുടെ പരത്തി എടുത്തിട്ട് ഇനി ചുട്ടെടുക്കാം നമുക്ക്. ഒരു മീഡിയം കട്ടിയിൽ എടുത്തിട്ട് പരത്തിയെടുക്കുക. പറ്റ ചപ്പാത്തി പോലെ നൈസാക്കി എടുക്കരുത്. പൊറോട്ടൻ്റെ ഒരു ഇതറിയാലോ, ഒരു പരുവം, ആ ഒരു പരുവത്തിൽ പരത്തിയെടുക്കുക കേട്ടോ. അതിച്ചിട്ട് നല്ലൊരു കട്ടിയിലും പരത്തരുത്, അപ്പോൾ പിന്നെ കഴിക്കുമ്പോൾ ഒരു ഇതുണ്ടാവില്ല. ഓക്കെ, നമുക്ക് ഓയിലൊക്കെ തടവിയിട്ട് ചട്ടിയൊക്കെ ചൂടാക്കി ഓയിലൊക്കെ തടവിയിട്ട് ഒരു ഓയിലിൻ്റെ കളിക്കണം. എന്നാലേ പൊറോട്ട വരുള്ളൂ. തിരിച്ച് മുറിച്ചൊക്കെ ഇട്ടെടുക്കുക. പെട്ടെന്ന് വെന്തിട്ടോ, കാരണം അതിൽ ചോറാണല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. മൈദ മാത്രമാകുമ്പോൾ വെന്ത് വരാനൊക്കെ പ്രയാസം, പെട്ടെന്നായി വരും കേട്ടോ. പിന്നെ ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ. ഒരു 4-5 പൊറോട്ടക്കാണ് സമയത്ത് ഒരുമിച്ച് വെച്ചിട്ട് അടിച്ചെടുക്കണം. ചൂടോടെ അടിച്ചെടുക്കണം. അതുകൊണ്ട് നല്ല ചൂടുണ്ട്. എനിക്കധികം അടിക്കാൻ പറ്റിയിട്ടില്ല, എൻ്റെ കൈയൊന്ന് പൊള്ളി. അതുകൊണ്ട് ഞാൻ അധികം അടിക്കാൻ നിന്നിട്ടില്ല ഇതിൽ. അപ്പോൾ അത് ഏകദേശമൊക്കെ കഴിയണമാരൊക്കെ ചെയ്തിട്ടുണ്ട്.
പിന്നെ പറയാതിരിക്കാൻ പറ്റില്ല, നമ്മളെ പൊറോട്ട തന്നെ സൂപ്പർ കേട്ടോ. എന്ന് വെച്ചാൽ നമുക്ക് മടുപ്പ് വരില്ല കഴിക്കുമ്പോൾ. എത്ര വേണമെങ്കിലും 2 തിന്നുന്ന ആൾ ഒരു 4 തിന്നും. അതാണ് അവസ്ഥ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി ചോറൊക്കെ ബാക്കി ഉണ്ടാകുമ്പോൾ അതിലേക്ക് കുറച്ച് മൈദയും കൂട്ടി കുഴച്ച് എടുത്ത് വെച്ചാൽ പെട്ടെന്ന് ഒരു 1.5 മണിക്കൂർ കൊണ്ട് പൊറോട്ട റെഡിയാക്കാം. നമുക്ക് പരത്താനും വീശാനും കുഴക്കാനൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് സുഖമാണ് ഉണ്ടാക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്താ കുട്ടികൾക്ക് എല്ലാം ഇഷ്ടമായിക്കണ്. പൊറോട്ട കഴിക്കാൻ വേണ്ടിയുള്ളവരൊക്കെ അത് കഴിച്ചിക്കണ്. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വരണ്ട, നല്ല കറിയൊക്കെ കഴിച്ച് കഴിക്കുമ്പോൾ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.